ഷൊർണൂർ നഗരസഭാ അംഗമായിട്ടുള്ള ഷൊർണൂർ വിജയൻ അല്പസമയം മുമ്പാണ് ഇപ്പോൾ CPM-ലേക്ക് ചേർന്നിരിക്കുന്നത്. പാലക്കാട്ടെ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി ജില്ലാ സെക്രട്ടറി നേരിട്ട് കണ്ട CPM-ൽ ചേരുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കൂടുമാറാനുള്ള ഒരു തീരുമാനം ഉണ്ടായത്? ഇത് ഒരു മനുഷ്യത്വപരമായ ചിന്തയിൽ നിന്നാണ് ഇപ്പോൾ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായത്. കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഒരു മതേതര പ്രസ്ഥാനമാണെന്ന് പറയുകയും ഒരു ഭാഗത്ത്, മറുഭാഗത്ത് വ്യക്തമായ മതരാഷ്ട്രീയം, ശരിക്കും പറഞ്ഞൊരു BJP-യുടെ ഒരു സെക്കൻഡ് ആ രീതിയിൽ തന്നെ കുറച്ച് കാലമായിട്ട് അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഒരു വർഗീയത കൊണ്ട് നാടകം കളിച്ച്, എന്നാൽ BJP വർഗീയ പാർട്ടിയാണ്, ആ വർഗീയ പാർട്ടിയേക്ക് എതിർക്കുന്നവരാണെന്ന് പറഞ്ഞിട്ട് ഇതിനുള്ളിലും വ്യക്തമായ വർഗീയത തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ശരിക്കും BJP-യുടെ B ടീം തന്നെയാണ്, ഒരു തർക്കമില്ല. അങ്ങനെ പോകാൻ എന്നെപ്പോലത്തെ ഒരു 40 ഞാൻ പറഞ്ഞു 42 കൊല്ലമായി പ്രവർത്തിക്കുന്ന എന്നെപ്പോലത്തെ ഒരാൾക്കൊക്കെ ഞങ്ങളൊക്കെ ഈ വർഗീയതയ്ക്കെതിരെ പോരാടാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രസ്ഥാനം അങ്ങനെ ഒരു നാടകം കളിക്കുമ്പോൾ അതിനൊപ്പം നിൽക്കാൻ വൈമുഖ്യം വല്ലാതെയുണ്ട്. കോൺഗ്രസിലെ ജില്ലാ നേതാക്കളിൽ നിന്നാണോ ഇത്തരം ഒരു ഉണ്ടായത്? ജില്ല സ്റ്റേറ്റ് എന്താണ്? ഇപ്പോൾ ഞാൻ നമ്മുടെ KPCC പ്രസിഡന്റ് K. സുധാകരൻ ഒരു നാക്കുപഴയല്ലല്ലോ. BJP-യിലേക്ക് എനിക്ക് പോകാൻ ആരെയും സമ്മതം വേണ്ടെന്ന് പരസ്യമായിട്ടാണ് TV-യിൽ പറഞ്ഞത്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രസ്താവന ഒരു KPCC പ്രസിഡൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും വരാൻ പാടില്ലല്ലോ. അപ്പം അങ്ങനെ പ്രസ്താവിക്കുന്ന ഒരു നേതാവിൻ്റെ കീഴിലുള്ള പാർട്ടിയുടെ ജില്ലാ ഘടകങ്ങൾക്ക് എന്താണ് മാറ്റം? എല്ലാവരും ഒരേ കാഴ്ചപ്പാട് തന്നെയല്ലേ. എൻ്റെ അനുഭവങ്ങൾ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം ഇതിലങ്ങനെ ആർക്കും ആരോടും കടപ്പാടും നന്ദിയൊന്നുമില്ല. ഒരു തരം അടിമത്തം ഇന്നും പഴയൊക്കെ നമ്മൾ ജന്മിത്തത്തെ കുറ്റം പറയുന്ന പോലെ ആ ജന്മിത്ത മനോഭാവമുള്ള കുറേ നേതാക്കളുടെ കൂടാരമായി അവർ പറയുന്നതിനപ്പുറം എതിർക്കുന്ന, ചോദ്യം ചെയ്യപ്പെടുന്നവനൊക്കെ പുറത്തേക്ക് പോയിക്കോട്ടെ എന്ന് പറയുന്ന രീതിയിൽ കാണുന്നൊരു നേതൃത്വം. അതുകൊണ്ട് തന്നെ പലരും ഇന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പോകുന്നത്. നേതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് AV ഗോപിനാഥനെ മാറ്റി നിർത്തി. 100% AV ഗോപിനാഥന് മാത്രമല്ലല്ലോ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ പട്ടാമ്പി ഒരു ഉദാഹരണം പറയാം. അധികാരമോഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പാപഭംഗിലമായൊരു കഥ ചെറിയ രീതിയിൽ ഞാൻ പറയുകയാണ്. പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ അവിടെ CP മുഹമ്മദ് എന്ന കോൺഗ്രസ് നേതാവ് 3 വട്ടം MLA ആയി. ഒരു മാനുഷിക പരിഗണന ഞാൻ CPM-ൽ കണ്ടൊരു പ്രത്യേകത അതാണ്. ഒരു 2 പ്രാവശ്യം കഴിഞ്ഞാൽ അധികം പേര് മാറിക്കൊടുത്തുകൊണ്ടും അല്ലെങ്കിൽ മാറ്റിക്കൊണ്ടും നടത്തും. അതൊരു നല്ല നയമായിട്ടേക്ക് അങ്ങനെ പുതിയ ആളുകൾക്ക് അവസരം കിട്ടും. അതൊരു നല്ല മാതൃക. അപ്പോൾ ഇവിടെ 3 വട്ടം ആയ ഒരാൾക്ക് 4ാമത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മത്സരിക്കണം. അപ്പോൾ അവിടെ രണ്ടാമതായി ഒരു KSBA തങ്ങളെന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു. പ്രഗത്ഭനായിരുന്നു. ആളുകൾക്കിടയിൽ ഞങ്ങൾ കോൺഗ്രസിൻ്റെ ഏത് നേതാക്കൾ വന്നാലും റൂം എടുത്ത് കൊടുക്കാനും ഭക്ഷണം വാങ്ങിക്കൊടുക്കാനൊക്കെ നിൽക്കുന്ന നേതാവ്. പക്ഷേ CP മുഹമ്മദ് 4ാമതും ഈ സീറ്റ് വേണമെന്ന് പറഞ്ഞ് അതിനെതിരെ ഒരു വികാരപരമായി ഒന്ന് സംസാരിച്ച് പോയതിന് CP മുഹമ്മദിൻ്റെ ഡിമാൻഡ് എന്താണ്? ഇയാൾക്ക് സീറ്റ് കൊടുക്കരുത്. അങ്ങനെ തങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല. CP മത്സരിച്ചില്ല. മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരാളെ ഇറക്കുമതി ചെയ്ത് പാർട്ടിയുടെ സീറ്റ് അങ്ങോട്ട് കളഞ്ഞു വിളിക്കുക. അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ അധികാരമോഹത്തിൻ്റെ വക്താക്കളായി എത്ര വട്ടം ഒരാളങ്ങ് ജയിച്ചു കഴിഞ്ഞാൽ 10 വട്ടം പിന്നെ ഞാൻ തന്നെ എന്നുള്ള കാഴ്ചപ്പാട്, ഇതൊന്നും മാറ്റാത്രത്തോളം കാലം ഇതിൻ്റെ ദുരന്തമൊക്കെ ഞങ്ങളെപ്പോലെ കുറേ കാലമായി പാർട്ടി പറഞ്ഞ് നടക്കുന്ന കുറേ ആളുകൾക്കുണ്ടാക്കുന്ന മാനസിക വ്യത. നമ്മുടെ അധികാരമല്ല, മറിച്ച് അർഹതപ്പെട്ട പലരും അർഹതയില്ലാതെ ഈ കിട്ടിയവൻ്റെ കയ്യിൽ എന്നും അധികാരം ഇങ്ങനെ അപ്പകഷ്ണം പോലെ ചുറ്റിപ്പിടിച്ച് നടക്കുന്നൊരു കാഴ്ച, അതിനെതിരെയുള്ള വികാരം തന്നെയാണ്. കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ കൂടി CPM-ന്റെ പാതയിലേക്ക് എത്തുന്നതന്നെയാണ് പ്രതീക്ഷ. 100%. എന്ന് വെച്ചാൽ ഒരുപക്ഷെ അതിനുള്ളിൽ നിന്ന് വന്ന ഒരാളെന്നുള്ള എനിക്കറിയാമല്ലോ, അസംതൃപ്തരുടെ ഒരു കൂട്ടമാണ് ആ പാർട്ടിയിൽ നിന്ന്. കാരണം നിരവധി പേർ അർഹമായ ഭാരവാഹിത്വം കിട്ടാതെ, അങ്ങനെയുണ്ടല്ലോ. ഇത്ര കാലം ഞാൻ നിലവിൽ മണ്ഡലം സെക്രട്ടറി ആയി, എനിക്ക് അടുത്തൊരു ബ്ലോക്ക് സെക്രട്ടറി ആവേണ്ട സമയത്ത് അതും ആക്കാതെ, മണ്ഡലം സെക്രട്ടറി പോലും ഇല്ലാതെ പുനഃസംഘടന നടത്താതെ, ഇപ്പോൾ DCC പുനഃസംഘടന എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ 2 വർഷം DCC പുനഃസംഘടന എന്ന് പറയുന്നത് കേൾക്കുന്നത്. ഈ DCC പുനഃസംഘടന എന്താ നടക്കാത്തത്? എന്താണ് ഇത് നടത്താൻ എത്ര? ഇതിനിടയ്ക്ക് CPM-ന്റെ സമ്മേളനങ്ങൾ നടക്കുന്നു, അവർ പുനഃസംഘടന നടത്തി, നമ്മളിങ്ങനെ പത്രത്തിൽ വായിച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട് അങ്ങനെ ഒരു മാതൃക കോൺഗ്രസിന് സ്വീകരിക്കാൻ പറ്റുന്നില്ല? പ്രശ്നങ്ങളെല്ലാം കൃത്യമായി DCC പ്രസിഡന്റിനോട് ചർച്ച ചെയ്തിരുന്നു, എല്ലാ നേതാക്കളുമായിട്ടും വിശദമായിട്ട്. പക്ഷേ അവർക്കിതൊന്നും കേൾക്കുന്ന അങ്ങനെ ഇഷ്ടമല്ല. നമ്മൾ അവരെക്കാളും ബുദ്ധിജീവികളാണോ എന്നൊക്കെ തോന്നൽ വരുന്ന ആ ഒരു കാഴ്ചപ്പാടാണ്. കാരണം അവർ പറയുന്നതാണ് ശരി, നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ ഇയാൾ ആരാണ് അത് പറയാൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അയാൾ പറയുന്നതിൽ എന്തെങ്കിലും നല്ല അംശമുണ്ടോ എന്നൊരു അന്വേഷണത്തിന് ഒരു സമയമില്ല ആർക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏകദേശം ഒരു 10-29 ദിവസം മാത്രമേ ഉള്ളൂ. ഇത്ര ദിവസം UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്തിയിട്ടുണ്ടാവും. ഇനി LDF-ന് വേണ്ടി നടത്താനുള്ള തീരുമാനം 100%. അതെൻ്റെ മാനസികമായ ഒരു പാകപ്പെടലാണെന്ന് ഞാൻ പറയും. കാരണം വെറുപ്പിൻ്റെ പുസ്തകം തുറന്നു വെച്ച ഒരു പ്രസ്ഥാനത്തോട് വിട പറഞ്ഞ് ഇവിടെ നമ്മൾ കാണുന്ന എന്താണ് വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം, ആ പോരാട്ടം എങ്ങനെ നടത്തണമെന്ന് സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് CPM ആണെന്നുള്ള കാര്യത്തിൽ ഒരുപാട് അനുഭവം കൊണ്ട് ഞാനും മനസ്സിലാക്കിയാണ്. അത്തരമൊരു അനുഭവത്തിലൂടെ പോകാനാണ് സത്യത്തെ ഇപ്പോൾ താല്പര്യം. വീഡിയോ ജേർണലിസ്റ്റ് വിനു സി. റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലീൻ, റിപ്പോർട്ടർ പാലക്കാട്.